അസ്സലാമലൈക്കും. ഞാനിന്നൊരു സാമ്പാർ ഇഡ്ഡലി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 2 കപ്പ് പൊന്നിയരി വെള്ളത്തിലിടാം. 6 മണിക്കൂർ എന്നെങ്കിലും കുതിരാൻ വെക്കാം. 1 കപ്പ് ഉഴുന്നും വെള്ളത്തിലിടാം. രണ്ടും നല്ലതുപോലെ കുതിർത്തിയെടുക്കുക. ഇനി ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് ഉഴുന്നും 1/4 കപ്പ് ചോറും അതിലേക്കിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കുക. മിക്സിയിലായാലും മതി, ഗ്രൈൻഡറിലായാലും മതി. നല്ലതുപോലെ അരിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റുക. ഇനി അരി അതിൽ അരച്ചെടുക്കുക. അരി നല്ലതുപോലെ നൈസായിട്ട് അരയണ്ട, ലേശം ഒരു തരിതരിപ്പോട് കൂടെ അരഞ്ഞാൽ മതി. വെള്ളം കൂടിപ്പോണ്ട. അതും ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അരി മുഴുവനായിട്ട് ഇതേപോലെ അരച്ചെടുക്കും. ഇനി ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിപ്പോകണ്ട. ഇഡ്ഡലിക്കെല്ലാതാകുമ്പോൾ പെട്ടെന്ന് കൂടിപ്പോകും. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കൈ കൊണ്ടായാലും മതി, കയ്യിലുണ്ടായാലും മതി. ഇനി അത് ഓവർനൈറ്റ് വെക്കുക. ഇനി ഇഡ്ഡലി തട്ടെടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മാവ്. അത് വീഡിയോ എടുത്തതിന് അത് ക്യാമറ ഓഫായി പോയത് അറിഞ്ഞില്ല. ചൂടാറിയതിന് ശേഷം ഇതേപോലെ എടുക്കുക. ചെറിയ ചെറിയ ഇഡ്ഡലിയാണ്. ഇനി അതിലേക്ക് സാമ്പാർ ഒഴിച്ച് വെക്കുക. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. സർവിങ് ഡിഷിലേക്കും മാറ്റുക. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഇത് ഉണ്ടാക്കണം ഒരു പ്രാവശ്യമെങ്കിലും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെ സാമ്പാർ അതിലേക്ക് ഒഴിച്ച് വെക്കുക. നല്ല ഇഡ്ഡലിൻ്റെ മേലെ നിൽക്കണം സാമ്പാർ. അത് സ്പൂൺ കൊണ്ട് കോരി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. സർവിങ് ഡിഷിലേക്ക് മാറ്റി. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.